സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. നോഹയോട് ദൈവം തുടർന്ന് പറയുകയാണ്, നീയും നിൻ്റെ കുടുംബവുമായി പെട്ടകത്തിൽ കയറണം. ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. പിന്നീട് ശുദ്ധിയുള്ള മൃഗങ്ങളെ 7 വീതം കയറ്റണമെന്ന് പറയുന്നു, 7 ജോഡികളെ വീതം. പിന്നീട് മറ്റ് മൃഗങ്ങളെ 2 ജോഡി വീതം കയറ്റണമെന്ന് പറയുന്നു. ഇതൊക്കെ ദൈവം പറഞ്ഞതുപോലെ തന്നെ നോഹ ചെയ്തതായിട്ട് പറയുന്നു. 6-ാമത്തെ വാക്യത്തിൽ ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ 6-ാമത്തെ വാക്യത്തിൽ ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സ് പ്രായമായിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ദൈവം പറഞ്ഞതുപോലെ എല്ലാം ചെയ്ത് നോഹ പെട്ടകത്തിൽ കടന്നു എന്ന് 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. ദൈവത്തിൻ്റെ ആ രക്ഷാകര പദ്ധതിയോട് പൂർണ്ണമായി സഹകരിക്കുകയും ദൈവത്തിൻ്റെ വാക്കുകൾ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന നോഹയാണ് നമ്മൾ കാണുന്നത്. 5-ാമത്തെ വചനം പറയുന്നു, യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു. നോഹയുടെ അനുസരണത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്ന 1-2 കാര്യങ്ങളെ നമുക്കൊന്ന് ധ്യാനിച്ച് മുന്നോട്ട് പോകാം. ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. നോഹയുടെ ജീവിതം ദൈവത്തിൻ്റെ മുമ്പാകെ ശ്രദ്ധേയമായ ഒരു ജീവിതമായിരുന്നു. മറ്റ് ഭൂരിപക്ഷം മനുഷ്യർ പാപത്തിൽ ജീവിക്കുമ്പോൾ ദൈവം മുമ്പാകെ നീതിയോടെ ജീവിക്കുന്ന നോഹയുടെ ആ നല്ല മാതൃകയെ ദൈവം എടുത്തു പറയുകയാണ്. പലരും പറയാറുണ്ട്, പലരും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഈ നീതിയാണ്, നോഹ നീതിമാനായി ജീവിച്ചതുകൊണ്ടാണ് ദൈവം നോഹയെ രക്ഷിച്ചത് എന്നാണ്. പക്ഷേ ഇതിന് മുന്നമേ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ അവഗണിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു നിഗമനത്തിലെത്തുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവവചനത്തിൻ്റെ ആകമാനമായ പഠിപ്പിക്കലുകളെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രസ്താവനയുടെ മാത്രം അടിസ്ഥാനത്തിൽ അങ്ങനെ പറയാനായിട്ട് സാധിക്കുകയില്ല. ഇങ്ങനെയാണ് അതിൻ്റെ ശരിയായ സീക്വൻസ്, ശരിയായ ഓർഡർ ഇങ്ങനെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ആദ്യം നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നു. കൃപ ലഭിച്ച നോഹ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവമൊരുക്കിയ രക്ഷാകര പദ്ധതിയിൽ നോഹ ഉൾപ്പെടുന്നു. അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നോഹ ദൈവം മുമ്പാകെ നീതിമാനായി നടക്കുന്നു. അപ്പോൾ നോഹയുടെ ഈ നീതിയുള്ള ജീവിതം നോഹയുടെ ഉള്ളിൽ നിന്ന് തന്നെ പുറപ്പെട്ടു വന്ന ഒരു ജീവിതമല്ല. ദൈവ കൃപ പ്രാപിച്ച് ദൈവത്തിൽ ആശ്രയം വെച്ച് അഥവാ വിശ്വസിച്ച് ദൈവമൊരുക്കിയ രക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ട് ദൈവം മുമ്പാകെ നീതിമാനായി നടക്കുന്ന നോഹയാണ് നാം കാണുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. നമുക്ക് നമ്മുടെ നീതി കൊണ്ടല്ല രക്ഷിക്കപ്പെടാൻ സാധിക്കുന്നത്. ദൈവത്തിൽ വിശ്വാസം വെച്ച് ദൈവം ഒരുക്കിയ രക്ഷാകര പദ്ധതിയായ യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ സ്വീകരിക്കുമ്പോഴാണ് നമ്മളെ നീതിമാന്മാരായി ദൈവം പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചവർക്കാണ് ദൈവം മുമ്പാകെ നീതിയോടെ നടക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ദൈവം ഈ പെട്ടകത്തിൽ നോഹയോട് കയറാൻ പറയുന്നു. അതുകൂടാതെ തന്നെ ശുദ്ധിയുള്ള മൃഗങ്ങളിൽ 7 ജോഡി വെച്ച് കയറ്റാൻ പറയുന്നു. ഈ ശുദ്ധിയുള്ള മൃഗങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിവരണം പിന്നീട് നമ്മൾ ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ദൈവം വിവരിക്കുന്ന നമുക്ക് കാണാം. ഏതൊക്കെയാണ് ഈ ശുദ്ധിയുള്ള മൃഗങ്ങൾ എന്ന് ചോദിച്ചാൽ അയവ് ഇറക്കുന്നതും കുളമ്പ് പിളർന്നിരിക്കുന്നതുമായ ജീവികളെയാണ് ശുദ്ധിയുള്ള ജീവികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അതിൻ്റെ പർപ്പസ് എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ജീവികളെയാണ് യാഗം കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. മനുഷ്യന് ആഹാരമായി അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് ആഹാരമായി ദൈവം നൽകിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നോഹയുടെ ഈ പ്രളയത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ പ്രളയം കഴിഞ്ഞതിന് ശേഷമുള്ള ലോകത്തിലും മനുഷ്യർക്ക് യാഗമർപ്പിക്കുവാനും അവർക്ക് ആഹാരമായിട്ടുമൊക്കെ ദൈവം ഈ ശുദ്ധിയുള്ള മൃഗങ്ങളെയാണ് നിശ്ചയിച്ചു കൊടുത്തത്. അല്ലെങ്കിൽ അതിനുള്ള ക്രമീകരണം ദൈവം അവിടെ ഒരുക്കി എന്ന് നമുക്ക് കാണാം. മറ്റു മൃഗങ്ങളെയൊക്കെ കൃഷി ചെയ്യാനും മറ്റു ആവശ്യങ്ങൾക്കും അതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ആ എക്കോസിസ്റ്റത്തിൻ്റെയൊക്കെ നിലനിൽപ്പിനുമൊക്കെ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ജീവികളാണ്. അത്തരത്തിലുള്ള ജീവികളെയും കയറ്റാനായിട്ട് ദൈവം നോഹയോട് ആവശ്യപ്പെടുകയാണ്. 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ നോഹയുടെ കുടുംബത്തിൽപ്പെട്ട 8 പേർ, നോഹയും ഭാര്യയും 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും, അങ്ങനെ 8 പേരാണ്. നോഹ, ഭാര്യ, ശേം, ഹാം, യാഫത്ത്, അവരുടെ കുടുംബം. അങ്ങനെ 8 പേരാണ് ഈ പെട്ടകത്തിൽ കടക്കുന്നത്. ഈ പെട്ടകത്തിൽ കടന്നവർ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യം നമുക്കറിയാം. പുതിയ നിയമ തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ നമ്മളിതിനെ കാണുമ്പോൾ നോഹയുടെ ഈ പെട്ടകം യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നോഹയുടെ കാലത്ത്
ദൈവം പറഞ്ഞതനുസരിച്ച് ഒരുക്കിയ ആ പെട്ടകത്തിൽ പ്രവേശിച്ച 8 പേർ മാത്രം രക്ഷ പ്രാപിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നു. അന്ന് നോഹയുടെ കാലത്തെ ഭൂരിപക്ഷം മനുഷ്യരും പെട്ടകത്തിൽ കയറാതെ അവരതിനെ പരിഹസിച്ച് മാറ്റി വെച്ചപ്പോൾ, അതിനെ തള്ളിക്കളഞ്ഞപ്പോൾ, ഇന്നും യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ ദൈവമൊരുക്കിയ രക്ഷാമാർഗത്തെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് തള്ളിക്കളയുന്ന മനുഷ്യർക്ക് രക്ഷയ്ക്കായുള്ള വഴി ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഒരു കാര്യം നമുക്കിവിടെ ശ്രദ്ധിക്കാം. ഈ പെട്ടകത്തിനൊരു വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. ആ പെട്ടകത്തിന് ഒരു വാതിൽ, ആ വാതിലിലൂടെ വേണം കടക്കാൻ. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞു, ഞാനാകുന്നു വാതിൽ, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഇന്നും ലോകത്തിലുള്ള ഏതു മനുഷ്യർക്കും രക്ഷ പ്രാപിക്കുവാൻ, അകത്ത് കടക്കുവാൻ, ദൈവരാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കുവാൻ, ദൈവിക പരിപാടിയുടെ ഭാഗമായി തീരുവാൻ ഒരേ ഒരു വാതിലേ ഉള്ളൂ. അത് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച, പാപപരിഹാര യാഗമായി അർപ്പിച്ച, തൻ്റെ പരിശുദ്ധമായ രക്തം ചിന്തി പാപത്തിന് പരിഹാരം ചെയ്ത യേശുക്രിസ്തു മാത്രമാണ്. ആ യേശുക്രിസ്തു എന്ന വാതിലിലൂടെ ആ രക്ഷയുടെ പെട്ടകത്തിനകത്തേക്ക് കടക്കുന്നവർക്ക് ഇന്നും രക്ഷയുണ്ട്. പ്രിയമുള്ളവരെ, ലോകം മുഴുവനും പാപത്തിലിങ്ങനെ വളർന്ന് മുമ്പോട്ട് പോകുമ്പോൾ, ദൈവത്തിൻ്റെ ന്യായവിധി ആസന്നമായിരിക്കുമ്പോൾ, ഈ യേശുവിലൂടെ ദൈവം ഒരുക്കിയ രക്ഷാമാർഗത്തിൽ പ്രവേശിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് വീണ്ടും വായിക്കാം. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ നമ്മയും രക്ഷിക്കുന്നു. ഇവിടെ ആ പെട്ടകത്തിൽ കയറിയ 8 പേർ രക്ഷിക്കപ്പെട്ടു, രക്ഷ പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തോടാണ് അതിനെ കണക്റ്റ് ചെയ്യുന്നത് പത്രോസ്. യേശു ക്രിസ്തു ആകുന്ന പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടവർ വെള്ളത്തിലൂടെ കടന്നു പോകുന്നു. അഥവാ സ്നാനത്തിൻ്റെ ഒരു ഷാഡോയായിട്ട്, ഒരു പ്രീ ഫിഗറായിട്ട് ഈ ജലത്തെ കാണുകയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഏതു മനുഷ്യനും വെള്ളത്തിൽ മുങ്ങി യേശു ക്രിസ്തുവിനോട് ചേരുവാനുള്ള ആ വിശ്വാസ സ്നാനം ഏൽക്കേണ്ടതാണ് എന്നും തിരുവെഴുത്ത് പറയുകയാണ്. പുതിയ നിയമ തിരുവെഴുത്തുകളിൽ പല വാക്യങ്ങൾ നമുക്കതിനെക്കുറിച്ച് കാണാം. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സ്നാനമല്ല പാപങ്ങളെ കഴുകിക്കളയുന്നതും രക്ഷിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണവും പുനരുദ്ധാനവുമാണ്. നോഹയെയും കുടുംബത്തെയും രക്ഷിച്ചത് പ്രളയമല്ല, അവരെ രക്ഷിച്ചത് പെട്ടകമാണ് എന്ന് പറയുന്നത് പോലെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നത്. പക്ഷേ രക്ഷ പ്രാപിച്ച മനുഷ്യർ ആ വിശ്വാസത്തിൻ്റെ പരസ്യ പ്രഖ്യാപനമായ ദൈവകൽപ്പനയായ ജലസ്നാനം സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവമൊരുക്കിയ ആ രക്ഷാകര പരിപാടിയിൽ വിശ്വാസത്താൽ പ്രവേശിച്ച നോഹയെയും കുടുംബത്തെയും പോലെ നമുക്കും ദൈവമൊരുക്കിയ രക്ഷാകര പദ്ധതിയായ യേശുക്രിസ്തുവിലൂടെ കടന്ന് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആ വിശ്വാസത്തിൻ്റെ പരസ്യ പ്രഖ്യാപനമായി ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്ന ജലസ്നാനവും സ്വീകരിച്ച് ഒരു നല്ല വിശ്വാസ ജീവിതം നയിക്കുവാനായിട്ടിടയാകട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.